want you to show me how to get to know someone like you. Namaskar സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രത്യൂസ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ ഫോർ എ ഗ്രേറ്റ് സപ്പോർട്ട് ഇൻ മൈ ചാനൽ. നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്നും ഈ സപ്പോർട്ട് അങ്ങോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട്, അതായത് പുതിയതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ റിലേറ്റഡായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നോട് മെസ്സേജ് അയച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ, പുതുതായി നമ്മുടെ ചാനലിൽ വന്നൊരാൾക്കാരാണെങ്കിൽ നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും അപ്പോഴപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. സോ അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതായിരിക്കും. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വേൾഡ് മൊത്തം വളരെ ഒരു ഡിഫിക്കൽട്ട് ടൈമിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഓഫ് കോഴ്സ് കൊറോണ തന്നെയാണ്. സോ കൊറോണ കാരണമൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ പഴയ സ്ഥിതിയിലേക്ക് മാറട്ടെ. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോടും അതുപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസിനോടും എല്ലാവിധ റെസ്പെക്റ്റോടു കൂടി നമുക്ക് ലെറ്റ്സ് ടേക്ക് ദിസ് സീരിയസ്ലി. എല്ലാവരും ഗവൺമെൻറ് പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഇതുണ്ടായിരിക്കണം. സോ ഇതൊക്കെ കൊണ്ടും കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ് നമ്മളെ കുറച്ച് വീഡിയോസൊക്കെ ഡിലേ ആയത്. കാരണം ഔട്ട്ഡോർ ഷൂട്ട്സ് ആയിരുന്നു കുറേ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത് എപ്പോൾ സംഭവിക്കാം, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കുറേ വീഡിയോസ് ഡിലേ ആയി. അപ്പം കുറേ ഷൂട്ട് ചെയ്ത് ഇപ്പം ജസ്റ്റ് ലാസ്റ്റ് വീക്കാണ് ഞാൻ പോയിട്ട് കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഔട്ട്രോയും എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പെൻഡിങ് ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഡിലേ ആയത്. എന്നാൽ നിങ്ങളൊക്കെ ക്ഷമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വളരെ നിങ്ങളെല്ലാവരും ഓൾറെഡി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ പ്രൊമോ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ തന്നെയാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹുണ്ടായി ഇയോൺ അല്ലെങ്കിൽ ഒരുവിധം എല്ലാ വണ്ടികളിലും നമുക്ക് എങ്ങനെ ഹോൺ ഫിറ്റ് ചെയ്യാം എന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഹുണ്ടായി ഇയോണിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സാധനങ്ങളും, ഹോണും റിലേയും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നൊരു വീഡിയോ, അതായത് ടൈപ്സ് ഓഫ് ഫോണുകളെ പറ്റി അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വരുമോ. കാരണം അതിൻ്റെ അകത്ത് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോണിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യേണ്ട ഹോണിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി വരിക. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ബട്ട് ബിഫോർ ദാറ്റ് വൺസ് അഗെയിൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെയാണ് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും അപ്പം നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. സോ സമയം കാണാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ വയറിംഗ് ഡയഗ്രത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. വയറിംഗ് ഡയഗ്രത്തിൻ്റെ വീഡിയോ ഞാനിവിടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്ന ഹോണ്ട സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് ആണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിലേയുടെ പിക്ചർ കൂടി ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ഇടാം. ഓക്കെ, സോ നമ്മുടെ റിലേയുടെ, അതായത് നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് കണക്ടേഴ്സ് ഉണ്ട്. റിലേയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്ക് വയറിങ്ങിൽ ഈ നമ്മുടെ എക്സ്ട്രാ ഹോൺ താങ്ങില്ല, അല്ലെങ്കിൽ വർക്കാകില്ല, അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റിയിൽ വർക്കാകാത്ത സിറ്റുവേഷൻ വരുമ്പോൾ സ്റ്റോക്ക് കണക്ടേഴ്സിന് ഒരു സ്റ്റോക്ക് ഹോണിൻ്റെ സിഗ്നലിലെ ഒരു സ്റ്റോക്ക് ഹോണിൽ നിന്ന് വരുന്ന ഓൺ സിഗ്നലിലെ ഒരു സിഗ്നലായി ഉപയോഗിച്ചുകൊണ്ട് റിലേ വെച്ചിട്ട് നമ്മൾ വേറൊരു വയറിങ് ത്രൂ കൂടുതൽ കറണ്ട്, അതായത് ബാറ്ററിയിൽ നിന്നും വേറൊരു വയർ ത്രൂ നമ്മൾ കൂടുതൽ കറണ്ട് എടുത്തിട്ട് നമ്മൾ ഹോളിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് കണക്ടേഴ്സ് പ്ലസിലും നെഗറ്റീവിലും കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സ്റ്റോക്ക് ഹോൺ ഓൺ ആയാലുള്ള സിഗ്നൽ ഈ റിലേക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ, ഈ റിലേക്ക് ഓണായി എന്നുള്ള സിഗ്നൽ കിട്ടി. ഓണായി എന്നുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഹോണിനും കറണ്ട് കൊടുക്കണം. സോ ഈ രണ്ട് ഹോണിനും കറണ്ട് കൊടുക്കേണ്ടത് ഈ ടോപ്പിലെ ലൈനിലൂടെയാണ്. സോ ആ ടോപ്പ് ലൈൻ എന്ന് പറയുന്ന ഹോണിൻ്റെ പോസിറ്റീവ് രണ്ട് നമ്മൾ ഒന്നിച്ച് ഇതിലേക്ക് കൊടുക്കും. ഹോണിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ്ലി ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ ഇവിടെ ആയല്ലോ. ഇനി എന്ത് വേണം, ഈ രണ്ട് ഹോണിനും നമുക്ക് കറണ്ട് വേണം. ആ ഓരോ ഹോണിന് രണ്ടിനും കറണ്ട് വേണം, എന്ത് ചെയ്യണം, ബാറ്ററിയിൽ നിന്നും കറണ്ട് വേണം. അതിനാണ് നമ്മൾ ഈ നടുക്കത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ നടുക്കത്തെ പോയിന്റ് നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നു. സോ ഈ ഹോൺ ഓൺ ആകുമ്പോൾ, ഈ ഹോണിന് ഓൺ സിഗ്നൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഹോണിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഓൺ സിഗ്നൽ കിട്ടും. ഓൺ സിഗ്നൽ കിട്ടുമ്പോൾ റിലേ
നടുക്കേത് ഈ ടെർമിനലിലൂടെ ബാറ്ററിയിൽ നിന്നും എക്സ്ട്രാ കറണ്ട് എടുത്തിട്ട് ഈ ടെർമിനലിലൂടെ നമ്മൾ ഹോണിന് കറണ്ട് കൊടുക്കും. സർക്യൂട്ട് എങ്ങനെ കംപ്ലീറ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ഹോണിൻ്റെതും നെഗറ്റീവിലേക്ക് ഗ്രൗണ്ടഡ് ആണ്, ബാറ്ററി നെഗറ്റീവ് ഗ്രൗണ്ടഡ് ആണ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് ആണ്, സ്റ്റോക്ക് കണക്ടറും ഗ്രൗണ്ടഡ് ആണ്. സോ ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ആവും, പോസിറ്റീവ് നമ്മൾ ഇത് ത്രൂ വർക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഹോൺ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് വയറിങ് നമ്മളൊന്നും ചെയ്യുന്നില്ല. സ്റ്റോക്ക് വയറിങ്ങിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ വയറിങ് ഇട്ടിട്ട് നമ്മൾ എക്സ്ട്രാ ഹോണിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്, റിലേ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. ഹാലജൻ പോലുള്ള ഹൈ വോൾട്ടേജ് ബൾബുകളൊക്കെ ഉപയോഗിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ വയറിംഗ് കിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്തിനാണ് നമ്മൾ റിലേ യൂസ് ചെയ്യുന്നത്, റിലേ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ റിലേ യൂസ് ചെയ്യുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആക്ച്വൽ യൂസ് എന്ന് പറയുന്നത്, റിലേ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനി വയറിങ്ങിന് ഒരു ഹോണ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കമ്പനി വയറിങ്ങിന് ഒരു ഹോണ് താങ്ങാനുള്ള ആ ഒരു കമ്പനി വയറിങ്ങിന് ഇത്ര കറണ്ട് മാത്രം താങ്ങാനുള്ള കപ്പാസിറ്റി മാത്രമേ കമ്പനി കൊടുക്കുള്ളൂ. കാരണം ഒരു ഹോണേ കമ്പനി ഫിറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഒരു ഹോണ് താങ്ങേണ്ട വയറിംഗ് ആണെങ്കിൽ അതിന് കണക്കായിട്ടുള്ള വയറിംഗ് ഗേജുള്ള വയർ മാത്രമേ കമ്പനി വയറിംഗ് കൊടുക്കുള്ളൂ. റിലേ വെക്കുമ്പോൾ അധികം ആളും പറയും റിലേ വെച്ചാൽ കറണ്ട് കൺസപ്ഷൻ കുറയും. കറണ്ട് കൺസപ്ഷൻ കുറയല്ല, കറണ്ട് കൺസപ്ഷൻ കൂട്ടാനാണ് റിലേ നമ്മൾ വെക്കുന്നത്. കാരണം കമ്പനി വയറിങ്ങിൻ്റെ അകത്ത് വരുന്ന വയേഴ്സ്, കമ്പനി വയറിങ് ഒരു സിഗ്നൽ വയർ ഉപയോഗിക്കും. അതായത് നമ്മുടെ റിലേൻ്റെ അകത്തുള്ള കമ്പനി വയർ ഒരു സിഗ്നൽ വയറെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വേറെ ഒരു വയറിങ്ങിലൂടെ ബാറ്ററിയിൽ നിന്നും എക്സ്ട്രാ കറണ്ട് എടുത്തിട്ട് ഹോണുകൾക്ക് സപ്ലൈ ചെയ്യാനാണ് റിലേ. അല്ലാതെ റിലേ ഉപയോഗിച്ചാൽ കറണ്ട് കൺസപ്ഷൻ കുറയുന്നൊക്കെ പറയുന്നത് വെറും വിഡിത്തം മാത്രമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കുക. ചില കമ്പനികളുടെ വയറിംഗ് കിറ്റിന് ഓൾറെഡി 2 ഹോൺ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനത്തെ കേസിൽ നമുക്ക് റിലേയുടെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ബലേനോ, സ്വിഫ്റ്റ് എന്നീ വണ്ടികളുടെ VXI മുതൽ അങ്ങോട്ട്, എനിക്ക് തോന്നുന്നു ZXI എന്ന ഡെൽറ്റ വേരിയൻസ്, ബലേനോ ആണെങ്കിൽ ഡെൽറ്റ, സ്വിഫ്റ്റ് ആണ് ZXI, ഇങ്ങനെയുള്ള വേരിയൻസിൽ വരുന്നത് ഡ്യുവൽ ഹോൺസ് ആണ് കമ്പനി വരുന്നത്. ആ കേസിൽ നമുക്ക് ജസ്റ്റ് ഈ ഹോണുകൾ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ എക്സ്ട്രാ മേടിച്ചിട്ടുള്ള ഈ വിൻടോൺ ഹോൺ ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലെ അങ്ങ് കൊടുത്താൽ മതി. നേരെ മറിച്ച് ഇയോൺ പോലുള്ള വണ്ടികൾക്ക് സിംഗിൾ ഹോണേ കമ്പനി കൊടുക്കുന്നുള്ളൂ. സിംഗിൾ ഹോൺ വലിക്കാനുള്ള കപ്പാസിറ്റി മാത്രമേ വയറിങ്ങൾക്കുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്ട്രാ വയറിംഗ് കിറ്റും എക്സ്ട്രാ റിലേയും വെക്കേണ്ട ഒരു ആവശ്യകതയായിട്ട് വരും. ഓക്കെ, സോ ഹോൺ ഫിറ്റ് ചെയ്യാനായി നമുക്ക് ബമ്പറിൻ്റെ 3 ബോൾട്ട്സ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സോ അതിനുശേഷം നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്ക്രൂസ്, അതായത് വീലിൻ്റെ സൈഡിൽ വരുന്ന 2 സ്ക്രൂസ് റിമൂവ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ബോൾട്ടും നമ്മളിവിടെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആഫ്റ്റർവേർഡ്സ് നമുക്ക് നമ്മുടെ ഹോണാണ് ഇവിടെ കാണാം, കമ്പനി ഹോണാണ്, അത് റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ കണക്റ്റേഴ്സ് നമുക്ക് അവിടെ വെക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേ ആൻഡ് ദീസ് ആർ ദ ഹോൺസ്. ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. സോ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതുള്ളത്. സോ നമ്മളിവിടെ ഹോൺ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാൻ സാധിക്കും. Someone like you, I want you to know me, 'cause I know then you'll see. നമ്മൾ വയേഴ്സാണ് ഇവിടെ വയറിങ്ങിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ വയറിൻ്റെ കണക്റ്റേഴ്സും കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വയേഴ്സിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു, മേടിക്കേണ്ടതെന്നുള്ളതൊക്കെ. സോ നമ്മളുടെ ഹോൺസ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനലായിട്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. And how will we ever know if the love will ever grow without trying? And how will we ever see if വയറിങ്ങിൻ്റെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ റിലേ വാട്ടർ പ്രൂഫാണ്, പക്ഷേ റിലേയുടെ ഒപ്പം വരുന്ന കണക്റ്റേഴ്സ് വാട്ടർ പ്രൂഫ് അല്ല. നമ്മൾ ഇൻസുലേഷൻ ആയിട്ട് നല്ലോണം സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, നമ്മൾ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്യൂസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. കാരണം ഫ്യൂസിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മെയിൻ വയറിംഗ് നിന്നും പറ്റിക്കഴിഞ്ഞാൽ ഈ ഫ്യൂസ് അടിച്ചു പോവുകയും നമ്മുടെ വയറിന് നമ്മുടെ കാറിൻ്റെ എന്താ പറയണ്ടേ ഫയേഴ്സോ കാര്യങ്ങളോ അല്ല അങ്ങനെ എന്തെങ്കിലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്, ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത്. സോ അതിൻ്റെ ലിങ്ക്സും ഞാൻ ഇവിടെ താഴെ ഇടാം. നമ്മുടെ ഇവിടെ പുതിയതായിട്ടുള്ളൊരു ഹോൾഡർ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഥവാ ഹോൺ മാൻ ഫംഗ്ഷൻ ചെയ്യുവാണെങ്കിൽ തന്നെയും നമുക്ക് ഈ ഫ്യൂസ് റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ ആ സർക്യൂട്ട് ഓഫാക്കി വെക്കാനും കൂടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ എല്ലാവരും
കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഫോൺ ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. സോ നമ്മളാരും ഇത് അത്യാവശ്യം ഇലക്ട്രോണിക്സിനെ കുറിച്ച് അറിയുന്ന ആൾ മാത്രം ഇത് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ദയവേത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം കാർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടൊരു സംഭവം തന്നെയാണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാർ ഇലക്ട്രീഷ്യനിലെ ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ എടുത്ത് പോയിട്ട് മാത്രം ഇത് ചെയ്യുക. ദിസ് ഈസ് ജസ്റ്റ് എൻ എഡ്യൂക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ വീഡിയോ, ദാറ്റ്സ് ഇറ്റ്. സോ ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല, ആദ്യം അത് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ലിങ്ക്, ഏതൊക്കെ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക്സും ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി എല്ലാവിധ ഹെൽപ്പും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹെൽപ്പും കാര്യങ്ങളും ഞാൻ അവിടെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഹോണുകളെക്കുറിച്ച് അറിയേണ്ടതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആ വീഡിയോ കാണാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കാരണം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ആ വീഡിയോയിൽ അതിനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് പ്രത്യുഷ് ഷവീൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ആൻഡ്